ഒരു പ്രക്ഷോഭവുമില്ല, ഒരു കലാപവുമില്ല, ഇവിടുത്തെ ഫാർ റൈറ്റുകാരുടെ ഒരു കമൻറ്റോ പോസ്റ്റോ കാണാനുമില്ല, ഒരു ന്യൂസുമില്ല. അങ്ങനെ ഒരു ഒച്ചയും ബഹളവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആരും റിയാക്ട് ചെയ്തിട്ടില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാർ 24 വയസ്സായിട്ടുള്ളൂ. ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അധികം ആയിട്ടില്ല. ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ നാട്ടിൽ വിറ്റ് പെറുക്കി ഇങ്ങോട്ട് കയറി വന്നതാണ്. ഏതോ അപരാധി നായിൻ്റെ മോൻ വെറുതെ ആ വീട്ടിനകത്ത് കയറുന്നതാണ് ഈ കാണുന്നത്. കയറി കുത്തി കൊന്നു. ഈ അടുത്ത കാലം നിങ്ങൾ എത്ര ഇന്ത്യക്കാരാണ് ഇതുവരെ കുത്തേറ്റ് മരിച്ചു, ഏഷ്യൻസ് കുത്തേറ്റ് മരിച്ചു. അതിന് പ്രക്ഷോഭമോ ആരെങ്കിലും മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും അറിയുന്നില്ല. എന്നാൽ ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കത്തിയനെ ഇവിടെ നമുക്ക് ഇത്രയേ വിലയുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവന് സ്വത്തിനും ഒരു ഗ്യാരണ്ടി ഇല്ല. അതുപോലെ വീട്ടിൽ അറിയാത്ത ആൾക്കാർ വല്ല മുട്ടുവാണെങ്കിൽ ഒന്ന് തുറന്നൊന്നും കൊടുത്തേക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് വിഴുങ്ങിയിരിക്കാനാണെങ്കിൽ മൂഞ്ചിത്തെറ്റിയിരിക്കും. സോ ഗൈസ്, ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ അവിടെ അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. എനിക്കൊന്നും നമ്മുടെ മലയാളത്തിൽ കുറച്ച് ന്യൂസുകൾ ഈ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 24 വയസ്സായിട്ടുള്ളൊരു സിഖ് വുമൻ കിരൺദീപ് കൗർ മർഡേർഡ് ഇൻ സസ്പെക്റ്റഡ് അറ്റാക്ക് ഇൻ വെസ്റ്റ് ലണ്ടൻ. ഇവരുടെ കുടുംബക്കാരും ഇല്ലെങ്കിൽ നാട്ടിലെ നമ്മുടെ കുറേ പഞ്ചാബി ന്യൂസുകളും പരിപാടികളൊക്കെ പറഞ്ഞത് ഒരു റേഷ്യൽ അറ്റാക്കാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് വീട്ടിൽ ഭർത്താവും കൊച്ചും ആയിട്ട് കിടന്നിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന്, അതായത് ഒരു അപരിചിതൻ, ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഈ കാണുന്ന പോലെ ഒരു അപരിചിതൻ കയറി വന്ന് അങ്ങ് കുത്തി കൊന്നു. ഓക്കെ, ഭർത്താവിന് കുത്തേറ്റു എന്നാണ് അറിയാം. അതിനുശേഷം പുള്ളി എന്താ പറയുക, ജനലിലൂടെ രക്ഷപ്പെടാൻ നോക്കി ചാടി താഴെ വീണപ്പോഴേക്കും പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്കെ, വളരെ വിഷമമുള്ളൊരു കാര്യം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളിൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു വീഡിയോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെയുള്ള മലയാളികൾക്ക് പറ്റുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള അവയർനെസ് എന്നല്ല, ഇത് ഇവിടുത്തെ സിറ്റുവേഷനാണ്. ഈ ഒരു വീഡിയോ ഇങ്ങനെയുള്ള നിങ്ങൾ എത്തിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മലയാളികൾക്ക് കുറച്ച് ധാരണയുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സേഫാണ്, വളരെ നമുക്കൊന്നും പറ്റില്ല, ഒന്നും നടക്കില്ല, ഇതൊക്കെ വല്ലതും ഒറ്റപ്പെട്ട സംഭവമാണ്. പലപ്പോഴും നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ, ആ കമൻറ്റ് കാണുമ്പോൾ പുച്ഛം. കാരണം വെച്ചാൽ ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ചിലർ പറയും നമ്മുടെ അവിടെയൊന്നും ഇല്ല കേട്ടോ, നിങ്ങളുടെ അവിടെ മാത്രമേ ഉള്ളൂ. അത് സത്യമാണ്. കാരണം വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള ക്രൈംസ് നടക്കില്ല. ഞാൻ വളരെ ഔട്ട്സ്കേർട്സിൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊന്നും ഇങ്ങനെയുള്ള ഈ ക്രൈംസോ പരിപാടിയൊന്നും നടന്നു എന്നൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം വെച്ചാൽ നമ്മളൊരു 5 വർഷം മുമ്പ് വരുമ്പോൾ ഉണ്ടായിരുന്ന UK അല്ല ഇപ്പോഴത്തെ UK. ഓക്കെ, ഇപ്പോഴത്തെ UK വംശീയ വെറിയുടെയും വിദ്വേഷത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ചൂടിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ആൻറ്റി ഇമിഗ്രേഷൻ സെൻറ്റിമെൻറ്റിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു രാജ്യം കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രാജ്യം മാത്രമല്ല, തൊട്ടടുത്തുള്ള അയർലൻഡ് ആവട്ടെ, ജർമ്മനിയും സ്പെയിനും ഇറ്റലിയും സ്വീഡനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും എല്ലാം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പക്ഷേ നമ്മളായിരിക്കില്ല കാരണം, ഇനിയിപ്പോൾ നമ്മളാവാം. ഇവരൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു അറ്റാക്സ് ഇല്ലെങ്കിൽ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറിയിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി, 24 വയസ്സുള്ള പെൺകുട്ടി തൻ്റെ വീട്ടിലെ സ്ഥലവും വീടൊക്കെ വിറ്റിട്ട് ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടി UK എത്തിയതാണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത കാണാൻ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി ജനിച്ചിരിക്കുന്നു. ഒരു അപരിചിതൻ വീട്ടിൽ കയറി ചുമ്മാ കുത്തിക്കൊന്നു. എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്യുന്നത് റേഷ്യൽ അറ്റാക്കാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരുപാട് ഇന്ത്യക്കാർ ഇല്ലെങ്കിൽ ഏഷ്യൻസ് കുത്തേറ്റ് മരിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർദ്ധിക്കുന്നു. അതായത് പണ്ടെല്ലാം വർഷത്തിൽ ഒരെണ്ണം കേട്ടത് ഇപ്പോൾ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ ഒരു 3-4 കേസുകൾ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ് വളരെ വിഷമമുള്ള കാര്യം. അതായത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ ഒരു ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സിറ്റുവേഷനും സെൻറ്റിമെൻറ്റും നമ്മൾ മനസ്സിലാക്കുക. കാരണം അല്ലാത്ത പക്ഷം പട്ടളയിൽ കത്തി കയറിക്കഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ മാറി, അതിനൊക്കെ നമ്മൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം
ഡൗട്ടേ വേണ്ട, ഡൗട്ടേ വേണ്ട. കാരണം കാരണം നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ജീവിക്കാൻ വന്നു, ഇവരുടെ രാജ്യത്തിലേക്ക് കയറി വന്നു. ഇവർ എന്താ പറയുക, ഇവരുടെ ഒരു കൾച്ചറും ഇവരുടെ ഒരു ലൈഫൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല UK സിറ്റിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് UK തന്നെ ആണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോവാം. അതിനകത്തേക്ക് എസ്പെഷ്യലി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം ഏതൊക്കെ സിറ്റിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ തന്നെ മുഖമുദ്ര തന്നെ മാറ്റിമറിച്ചിട്ടുള്ള മാറ്റങ്ങളും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളും. ഇതൊക്കെ ഇന്ത്യക്കാരെ മാത്രമല്ല കേട്ടോ കുറ്റം പറയുന്നത്, ഇവിടെ സകല വന്നിട്ടുള്ള ഇമിഗ്രൻസിനും ഇതിന് പങ്കുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കും ഇവിടെ എന്താ പറയുക, വെറുപ്പ് സമ്പാദിച്ചു കൊടുക്കുന്ന ഒരു ലോഡ് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിനകത്തേക്ക്. അതുമാത്രമല്ല, ഉത്സവം, പള്ളി പെരുന്നാൾ, ഓണം, അതേപോലെ തന്നെ ക്രിസ്മസ്, പിന്നെ എല്ലാ പരിപാടികളും നടുറോട്ടിലൂടെ ഘോഷയാത്ര, നടുറോട്ടിൽ പല പരിപാടികളും ചെയ്യുന്നു. ഒച്ചത്ത് മറ്റേ സൗണ്ട് മറ്റേ മൈക്കും വെച്ചിരുന്ന് എന്താ പറയുക, എല്ലാ മതക്കാരും ഉണ്ട്, എല്ലാ മതക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇവരുടെ മനസ്സിലേക്ക് എന്താ പറയുക ഇഞ്ചക്ട് ചെയ്ത് വെച്ചു, വെറുപ്പ് സംഭവിച്ചു. അവരുടെ കയ്യിൽ നിന്ന് ഈ രാജ്യം പോയി എന്ന് മനസ്സിലായപ്പോൾ പല സ്ഥലത്ത് അക്രമങ്ങൾ, ഒറ്റപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ പല അക്രമങ്ങളും ഉണ്ടാവുന്നു. അതിലൂടെ ആളുകൾ മരണപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. അയർലൻഡും നോർത്തേൺ അയർലൻഡും നോക്കിയാൽ മതി, അവിടെ പ്രക്ഷോഭങ്ങൾ നിങ്ങൾ അവിടെ പുറപ്പെടുന്നതും അതിലൂടെ മൈഗ്രൻസിനെ മാത്രം നോക്കി ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കി വീടുകൾ കയറി ആക്രമിക്കുന്നതും നിങ്ങൾ കണ്ടു. അതൊക്കെ വെറും തുടക്കം മാത്രമാണ്. എന്നാൽ ഇവിടത്തുള്ള ആളുകൾ ആൻറ്റി ഇമിഗ്രേഷൻ സെൻറ്റിമെൻറ്റ് കൊണ്ട്, ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഇസ്ലാമോഫോബിക് സെൻറ്റിമെൻറ്റ് കൊണ്ട് തെരുവിലിറങ്ങുമ്പോൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഒരു വിഭാഗം മതക്കാർ അവരും തെരുവിലേക്ക് ഇറങ്ങുവാണ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇറങ്ങുവാണെന്നുള്ള ഈ രീതിയിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂഡ്, UK മൂഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ തോതിലുള്ള ആഭ്യന്തര ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു മൂഡാണ് പോകുന്നു എന്നുള്ളൊരു സംശയം. പല ന്യൂസുകൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരുപാട് ന്യൂസുകളാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UK സെൻറ്റിമെൻറ്റ് മാറുന്നു, ഒരു ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധം മണക്കുന്നുണ്ടോ? കാരണം ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഇമിഗ്രേഷൻ റാലി പോകുന്ന സമയത്ത് അവിടെ മറ്റേ ഫാർ റൈറ്റ് റാലി പോകുന്ന സമയത്ത് അപ്പുറത്ത് മറ്റേ മൈഗ്രൻസിന് വെൽക്കം ചെയ്തിട്ട് റാലി കൊണ്ടുപോകുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ വന്നിട്ടാണ് കാണിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഉള്ള റൈറ്റ്സ് നമുക്കുള്ളത് കൊണ്ടാണ്, നമ്മൾ കൂടുതൽ റൈറ്റ്സ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടിയും കാണിക്കുന്നത്. ശരിക്കും അവർ ആയിട്ടല്ല ഈ പരിപാടികൾ തുടങ്ങി വെച്ചത് എന്നുള്ളൊരു കാര്യം ശരിക്കും അറിയേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ല. ഒരുപാട് ഇംഗ്ലീഷുകാരെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. പല രാജ്യത്തും, യൂറോപ്പിലും ഓസ്ട്രേലിയയും ന്യൂസിലൻഡൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മളെങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ മുതലെടുത്ത് നമ്മൾക്ക് കിട്ടിയ ഫ്രീഡം നമ്മൾ ദുരുപയോഗം ചെയ്ത് ഇപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മൂഞ്ചി തെറ്റി ഇരിപ്പായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വഴി കൂടെ പോകുമ്പോൾ ക്യാമറയായിട്ട് നടക്കുക, ഇപ്പം അവൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെടുത്തിട്ട് വൈറലാക്കുക, സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു മൂഡിലേക്ക് പോയി. അപ്പോൾ ആളുകൾ കൊല ചെയ്യപ്പെടും. ഇനിയും തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കണം. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് ഇപ്പോൾ 6 മാസത്തിനിടയിൽ 4-5 കേസ് വന്നത്, ഇനി അടുത്ത 6 മാസത്തിനിടയിൽ ചിലപ്പോൾ അത് 10-15 കേസായി തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മൾ വെറി പിടിപ്പിക്കുകയാണ്. വെറി പിടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരാണെങ്കിലും ഉപദ്രവിക്കും. ഇപ്പോൾ അയർലാൻഡിൽ മാസ്ക്ഡ് മനുഷ്യന്മാർ അവർ തെരുവിലിറങ്ങി വിത്ത് എന്താ പറയുക തോക്കുമൊക്കെ ആയിട്ടുള്ള സെർച്ചിങ് ഒക്കെ നടത്തി അതിൻ്റെ വീഡിയോസൊക്കെ പുറത്തു വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ചെറിയ കാര്യമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര യുദ്ധം മണം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അതിപ്പോൾ യൂറോപ്പിലെ ഒരുവിധപ്പെട്ട രാജ്യങ്ങൾ, അതായത് ലെഫ്റ്റ് വിങ് ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി റൈറ്റ് വിങ്ങിൻ്റെ കയ്യിലേക്ക് പോയപ്പോൾ കളം മൊത്തം മാറി. ഇമിഗ്രേഷൻ സെൻറ്റിമെൻറ്റ് മൊത്തം എന്താ പറയുക, ആൻറ്റി ഇമിഗ്രേഷൻ സെൻറ്റിമെൻറ്റ് വർദ്ധിക്കുന്നു. യൂറോപ്പ് നിയമം പുറത്താക്കുന്ന ഒക്കെ തന്നെ ചവിട്ടി പിടിച്ച് പുറത്താക്കണേ എന്നുള്ള രീതിയിൽ ഇത് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെയാണ്. ഈ അടുത്ത് നരേന്ദ്രമോദി ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പോയപ്പോൾ പുള്ളിനെ കൊല ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാണിംഗ് വന്നായിരുന്നു. 2 ഗോ ഹോം മോദി
അതിനോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സംഭവമൊക്കെ കാരണം ഒരിക്കലും അത് നരേന്ദ്രമോദി കൊണ്ടുവന്ന് ചെയ്തതൊന്നുമല്ല. ഓക്കെ, പിന്നെ അതുമാത്രമല്ല US-ലും ന്യൂസിലൻഡിലും ഇല്ലെങ്കിൽ മറ്റ് US-ലും കാനഡയിലൊക്കെ ഇന്ത്യൻ ഫ്ലാഗ് കത്തിക്കുന്ന അവിടെയുള്ള ആളുകൾ വർദ്ധിക്കുന്നതിന് കാരണവും നമ്മളാണ്, ഒരുവിധം നമ്മൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ഫ്ലാഗ് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വികാരം വ്രണപ്പെടും, അവരിൻ്റെ വികാരം വ്രണപ്പെട്ടുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ വികാരം നമ്മൾ വ്രണപ്പെടും എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന് റിയാക്ട് ചെയ്യും. പക്ഷേ അതിനോടൊപ്പം തന്നെ ആ തെണ്ടിത്തരം കാണിക്കുന്ന, അലവലാതി പോക്രിത്തരം കാണിക്കുന്ന ഇന്ത്യക്കാരെയും നമ്മൾ തെറി വിളിക്കും. അവരെയും നമ്മൾ ഇനിയും അവർ ഇതേപോലുള്ള പരിപാടികൾ കാണിച്ച് നാട്ടുകാരെ നാണപ്പെടുത്താനുള്ള പരിപാടി കാണിക്കുമ്പോൾ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യും എന്നുള്ളതിൽ തന്നെയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഗോ ഹോം പറഞ്ഞത് അവിടെ പോയി ചെന്ന്, ഓസ്ട്രേലിയയിൽ പോയി ചെന്ന് ഇന്ത്യക്കാരൊന്ന്, അവർക്ക് രണ്ട് പുരിപ്പൊട്ടല്ല, ഇന്ത്യക്കാർ ഫോറിൻ ബോൺ പോപ്പുലേഷനിൽ ഇന്ത്യക്കാർ, അതായത് ഓസ്ട്രേലിയയിൽ നമ്പർ 1 ആയി. അതായത് ഓസ്ട്രേലിയക്കാരനെ കാട്ടി കൂടുതലും എനിക്ക് തോന്നുന്നു ഫോറിൻ ബോൺ പോപ്പുലേഷൻ ഇന്ത്യക്കാരിലേക്ക് എത്തി. അത് ഇവർക്ക് പിടിവിട്ടുപോയി. പിന്നെ 2, അവിടെ പോയിട്ടുള്ള സകല തരത്തിലുള്ള നടുറോട്ടിലൂടെ ഘോഷയാത്രകൾ എല്ലാ മതക്കാരും ഉണ്ട് കേട്ടോ, ഒരെണ്ണത്തിനല്ല, എല്ലാ മതക്കാരും ഉണ്ട്. അതിനിപ്പോൾ ഏത് മതക്കാർ പുണ്യാളന്മാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. എല്ലാത്തിനും ഉണ്ട് ഇതിനകത്ത് ഉത്തരവാദിത്വം. മൈക്ക് സെറ്റ് വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു, നടുറോട്ടിലൂടെ ചെണ്ട പൊട്ടിക്കൊണ്ട് പോകുന്നു. അതായത് ഇവിടെ ഇംഗ്ലീഷുകാർക്ക് ഈ പറഞ്ഞ പരിപാടി എന്താണെന്ന് പോലും അറിയില്ല. ആദ്യത്തെ ഒരു ദിവസമൊക്കെ രസമുണ്ടാവും, പക്ഷെ ഇപ്പോൾ ഉള്ള സെൻറ്റിമെൻറ്റ് വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന വെറുപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോ ഹോം മോദി, നിന്റെ ഇന്ത്യക്കാരെ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞത്. അതേപോലെ ഇത് ശരിക്കും മോദി ഉദ്ദേശിച്ച് മോദിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ മോദി പ്രശ്നക്കാരനായതുകൊണ്ടൊന്നും അല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ തുച്ഛമായിട്ടുള്ള എന്താ പറയുക റിയാക്ഷനാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് ഫാർ റൈറ്റുകാരുടെ. ഒരു അത്ഭുതവുമില്ല. ഇനി ഇപ്പോൾ കുത്തേറ്റ് മരിച്ച ഈ ഒരു സിഖുകാരി, അത് വെറും ഉദാഹരണമായിട്ട് അതിൻ്റെ ഒരു 2 മാസം മുമ്പ്, 1 മാസം മുമ്പ് മറ്റൊരു ഇന്ത്യക്കാരോട് കുത്തേറ്റ് മരിച്ചു. എല്ലാ മാസത്തിലും 1-2 പേര് മരിക്കുന്നുണ്ട്. ഇപ്പോൾ വർദ്ധിക്കും എന്നുള്ളത് തന്നെ പറയുന്നു. സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ മൂഞ്ചി തെറ്റി മുക്കിലിരിക്കേണ്ടി വരും. കാണാൻ ബൈ.